നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. എന്തായാലും ഞാൻ ഒരുപാട് കാലം പ്രവർത്തിച്ച സംഘടനയില്ലേ ഫെഫ്ക രൂപീകരിച്ചപ്പോൾ എല്ലാ മെയ് 1-ാം തീയതിയും തൊഴിലാളി ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്നു. കുറേ കാലം മെയ് 1-ാം തീയതി ആയിരുന്നു തൊഴിലാളി സംഗമം നടത്തിയിരുന്നത്. ഇപ്പോൾ ഇന്നലെ ഫെഫ്കയുടെ തൊഴിലാളി സംഗമം നടന്നു എറണാകുളത്ത്. വലിയ ജനബാഹുല്യമുണ്ടായിരുന്നു എന്നാണ് പോയവരിൽ ചിലർ എന്നോട് പറഞ്ഞത്. നല്ല സംഘടനാ രംഗത്തുള്ള 10-12 21 സംഘടനകളുടെ ഒരു കോർഡിനേഷനാണല്ലോ ഫെഫ്ക. എല്ലാ സംഘടനകളുടെയും ശക്തമായ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഓഡിറ്റോറിയം നിറച്ച ആളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മോഹൻലാലായിരുന്നു മുഖ്യ അതിഥി. ഒപ്പം സിനിമാ രംഗത്തുള്ള പ്രശസ്തരായ നിർമ്മാതാക്കളും നടീനടന്മാരും ഒക്കെ പങ്കെടുത്ത സംഗമമായിരുന്നു. ആ സംഗമത്തിൽ കൗതുകകരമായി തോന്നിയത് മോഹൻലാലിന് ഡയറക്ടേഴ്സ് യൂണിയനിൽ അംഗത്വം കൊടുത്തു. ഇപ്പോൾ രഞ്ജി പണിക്കരാണല്ലോ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ചെയർമാൻ. അംഗത്വം വലിയ കാര്യത്തിൽ വലിയ ഫ്രെയിമൊക്കെ ചെയ്ത്, ഒരു തൊഴിലാളി യൂണിയൻ ആകുമ്പോൾ അങ്ങനെ ചിലർക്ക് മാത്രം ഫ്രെയിം ചെയ്ത് കൊടുക്കാമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മോഹൻലാലിന് ഫെഫ്കയിൽ ഡയറക്ടേഴ്സ് യൂണിയനിൽ അംഗത്വം കൊടുത്തു. ആ രംഗമൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇതുപോലെ ദിലീപിന് അംഗത്വം കൊടുത്തു. അപ്പോൾ ദിലീപിന് അംഗത്വം കൊടുക്കാൻ തീരുമാനിച്ച കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയാളിപ്പോൾ ഡയറക്ടറോ അസിസ്റ്റൻ്റ് ഡയറക്ടറോ ഒന്നും അല്ലല്ലോ, അയാൾ വലിയ തിരക്കുള്ള നടനല്ലേ. അങ്ങനെയുള്ളൊരു നായക നടനെ പിടിച്ച് നമ്മൾ ഈ അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ കാർഡ് കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ, അല്ല, അത് ദിലീപിനെ പോലുള്ളവർ നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് ഉള്ളതൊരു അഭിമാനമല്ലേ, ആയിക്കോട്ടെ. അങ്ങനെ അംഗത്വം കൊടുത്ത ദിലീപ് അംഗത്വം വാങ്ങി ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിലെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ കാർഡ് വാങ്ങിക്കൊണ്ട് പോയി. പക്ഷേ ദിലീപിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഇഷ്യൂ വന്നപ്പോൾ ആദ്യം ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത് ഫെഫ്കയാണ്. പെട്ടെന്ന് മോഹൻലാലിന് ഇങ്ങനെ ഒരുപാട് മഹത് വചനങ്ങളൊക്കെ പറഞ്ഞ് ഇത് കൊടുക്കുന്ന കണ്ടപ്പോൾ, എന്നാലും അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, മഞ്ഞിലുരിഞ്ഞ പൂക്കളിൽ തുടക്കം കുറിച്ച മോഹൻലാലിന് ഡയറക്ടേഴ്സ് യൂണിയനിൽ അംഗത്വം കൊടുക്കാനുണ്ട്. ഇപ്പോൾ ബാറോസ് എന്ന് പറഞ്ഞ പടം അദ്ദേഹം സംവിധാനം ചെയ്യുകയാണല്ലോ, ജിജോയാണ് ചെയ്യുന്നത്, എങ്കിലും മോഹൻലാലിൻ്റെ പേരിലാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അംഗത്വം കൊടുക്കുന്ന ആ ചടങ്ങിൽ അംഗത്വം കൊടുക്കാനായിട്ട് ഫാസിലായിരുന്നു കൊടുക്കാനിരുന്നത്. പക്ഷേ അദ്ദേഹം എന്തോ പെട്ടെന്ന് അനാരോഗ്യം കൊണ്ട് പെട്ടെന്ന് അദ്ദേഹം അവിടെ നിന്ന് പോയി. രാവിലെ 9 മണിക്ക് അദ്ദേഹം അവിടെ എത്തിയതാണ്. പക്ഷേ ഫംഗ്ഷൻ തുടങ്ങുമ്പോഴേക്കും അദ്ദേഹം തിരിച്ചു പോയി. എന്താണെന്ന് കാര്യമൊന്നും അറിയില്ല. പകരം മഞ്ഞിലുരിഞ്ഞ പൂക്കളുടെ സഹസംവിധായകനായ സിബി മലയിൽ കൊടുക്കും. അപ്പോൾ അദ്ദേഹം ഡയറക്ടേഴ്സ് യൂണിയൻ്റെ പ്രസിഡൻറ്റും ഫെഫ്കയുടെ പ്രസിഡൻറ്റും ഒക്കെ ആണല്ലോ, അദ്ദേഹം കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം കാണിച്ചൊരു മാതൃക എന്താണെന്ന് ചോദിച്ചാൽ, ഞാനത് കൊടുക്കുന്നതിന് മുമ്പ് ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന സ്റ്റാൻലി ജോസ് എന്ന് പറഞ്ഞ വന്ധ്യവയോധികനായ ഒരുപാട് സീനിയറായ, നമ്മുടെ ഉദയരഘോണനെ പോലെ ഒരുപാട് സീനിയറായ സ്റ്റാൻലി ജോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു സിബി മലയിൽ. ഒരു നല്ല കാര്യമായിരുന്നു. കാരണം ഒരു സംസ്ഥാന അവാർഡ് കിട്ടുന്നതിനേക്കാൾ സന്തോഷം സ്റ്റാൻലി ജോസിൻ്റെ മനസ്സിൽ ഇന്നലെ ഉണ്ടായി കാണും. കാരണം മോഹൻലാൽ പോലും ശ്രദ്ധിക്കാതെ പോയ സ്റ്റാൻലി ജോസ് എന്ന് പറഞ്ഞ ആൾ സ്റ്റേജിൽ കയറി വന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടറുള്ള കാർഡ്, ഐഡൻറ്റി കാർഡ് മോഹൻലാലിൻ്റെ തലയിലൂടെ ഇട്ട് കൊടുത്തു. അതൊരു നല്ല ശീലമാണെന്ന് ഞാൻ പറയും. കാരണം സിബി മലയിൽ അങ്ങനെ തോന്നിയല്ലോ, ഞാനല്ല ചെയ്യേണ്ടത്, സ്റ്റാൻലി ജോസ് ചെയ്യട്ടെ എന്ന് തോന്നിയതിൽ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. എനിക്ക് ആകെപ്പാടെ പറയാനുള്ളത്, ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിലൊക്കെ ഉള്ളത് നല്ലതാണ് മോഹൻലാൽ. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിലൊരു വീഴ്ച വന്നാൽ ആദ്യം നിങ്ങളെ പുറത്താക്കുന്നത് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ആയിരിക്കും. ഞാനും കൂടി ഉണ്ടായിരുന്ന ആ സംഘടന ദിലീപിന് കാണിച്ചത് നാളെ അതിനേക്കാളും മോശമായി ചിലപ്പോൾ മോഹൻലാലിനോട് കാണിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു സൂപ്പർ സ്റ്റാറായി നിൽക്കുന്നതുകൊണ്ട് നിങ്ങളെ എടുത്തുകൊണ്ട് നടക്കും. നിങ്ങൾക്കൊരു വീഴ്ച വന്നാൽ കളയുന്ന വേന്ദ്രന്മാരാണ് നിങ്ങൾക്ക് അംഗത്വം തന്നത് എന്ന് അണ്ടർലൈനിട്ട് മോഹൻലാലിന് നമ്മളാരും പറഞ്ഞു കൊടുക്കണം. നല്ല ബുദ്ധിയുള്ളവരാ, ഓർക്കുന്നത് നല്ലതാണ് എന്നും. ആ അസിസ്റ്റൻ്റ് ഡയറക്ടറെ കാർഡ് വാങ്ങിച്ച്, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ കാർഡ് വാങ്ങിച്ച്, ഡയറക്ടറാണല്ലോ, അസിസ്റ്റൻ്റ് ഡയറക്ടർ അല്ലല്ലോ, ദിലീപായിരുന്നു അസിസ്റ്റൻ്റ് ഡയറക്ടർ. ഡയറക്ടറെ കാർഡ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ആ ഫ്രെയിം ചെയ്ത ഫ്രെയിം അദ്ദേഹത്തിൻ്റെ ട്രാവൻകൂർ കോർട്ടിലോ വീട്ടിലോ ഒക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ ഓർക്കുക, താങ്കൾക്കൊരു വീഴ്ച വന്നാൽ ആദ്യം തള്ളി പറയുന്നത് യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞതുപോലെ താങ്കളെ തള്ളി പറയുന്നത് ഈ സംഘടന ആയിരിക്കുമെന്ന് ഓർക്കുന്നത് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും തൊഴിലാളി സംഗമം വലിയ വിജയമായിരുന്നു. അവർ ഇൻഷുറൻസ് കമ്പനിക്കാരുടെ കൊള്ളയടിക്കെതിരെ ഫെഫ്ക തന്നെ ഒരു ഇൻഷുറൻസ് ഫോം ചെയ്യും. ഒരാളിന് 3000 രൂപ വെച്ച്
ഡയറക്ടേഴ്സ് യൂണിയനൊക്കെ യൂണിയൻ തന്നെ ഇടുന്നു, അസിസ്റ്റൻ്റ് ഡയറക്ടർക്കും ഡയറക്ടറുമൊക്കെ. ഞാൻ ഉള്ളപ്പോൾ നിധി കാക്കുന്ന ഭൂതം പോലെ KSFE-യിലൊക്കെ ഇട്ട് പണം കായ്ക്കുന്ന മരമാക്കുകയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. 3 ലക്ഷം രൂപയുടെ എന്തോ ചികിത്സാ ചെലവിന് ആവശ്യം വന്നാൽ ഈ ഇൻഷുറൻസിൽ നിന്ന്, ഇൻഷുറൻസ് അല്ല, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടയിൽ നിന്ന് അവർക്ക് ചികിത്സാ ചെലവ് കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസിൻ്റെ നൂലാമാലകളൊന്നും ആവശ്യമില്ല. കാരണം എങ്ങനെ പൈസ തരാതിരിക്കാമെന്നാണല്ലോ ഇൻഷുറൻസുകാർ നോക്കാറ്. നല്ല നിലപാടുകളാണ്, ശക്തമായി നിൽക്കട്ടെ. അതുപോലെ തന്നെ അരക്കിട്ട് ഉറപ്പിക്കുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ്റെ പ്രതാപം ഫെഫ്ക എന്ന് പറഞ്ഞ സംഘടനയിൽ ഉറപ്പിക്കാനായി ഇന്നലത്തെ തൊഴിലാളി സംഗമത്തിലെന്നും ഞാൻ തുറന്ന് പറയുന്നു. ഞാൻ അറിയാതെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞു പോയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ കേസെടുക്കുമെന്ന് എനിക്കറിയണ്ട. ഇപ്പം ഞാൻ വേറൊരു കേസ് പെട്ടിരിക്കുകയാണല്ലോ, ഉണ്ണികൃഷ്ണൻ കൊടുത്തേ. ഇനി ഇതിലും കേസെടുക്കുമെന്ന് ഉണ്ണികൃഷ്ണൻ്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞത്. എന്തായാലും അതുപോലെ അദ്ദേഹം WCC ഒക്കെ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മുടെ എന്താ പറയുക, RLV രാമകൃഷ്ണൻ്റെ ഇതിലൊക്കെ നമ്മളതങ്ങ് തള്ളിക്കളയണം എന്നൊക്കെ പറഞ്ഞിട്ട്, തള്ളിക്കളയാൻ പാടില്ല, വാസ്തവത്തിൽ തള്ളിക്കളയരുത്, അതൊന്നും തള്ളിക്കളയാനുള്ളതല്ല. എങ്കിലും എന്താ പറയുക, WCCയെ പറ്റി പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരവാനിലിരുന്നു കൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ, നല്ല പ്രയോഗമായിരുന്നു. എന്തായാലും ഫെഫ്ക വളരട്ടെ. കേരളത്തിൽ ഇപ്പോൾ സിനിമയിലും ടെലിവിഷൻ മേഖലയിലും ഫെഫ്ക മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരൊറ്റ സംഘടനയെ പാടുള്ളൂ. അത് രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും ഒക്കെ എന്താ പറയുക, ഒരിടവും കൊടുക്കാത്ത ഒരു സ്വതന്ത്ര സംഘടനയായി തന്നെ നിൽക്കട്ടെ. അങ്ങനെ കടലാ സംഘടനകൾ കുറേ ഉണ്ടെങ്കിൽ അതെല്ലാം ചത്ത് വെണ്ണീറാകട്ടെ. അതിന് ഫെഫ്കയ്ക്ക് കരുത്തേകട്ടെ എന്ന് മാത്രം ആമുഖമായി പറയും. ഇപ്പോൾ 2-3 ദിവസം മുമ്പാണ് നസീർ സാറിൻ്റെ ഒരു ദിവസത്തെക്കുറിച്ച്, 24 മണിക്കൂർ നസീർ സാർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാനൊരു പ്രോഗ്രാം ചെയ്തു. അടുത്ത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അനുജൻ പ്രേം നവാസിനെ കുറിച്ചാണ്. പ്രേം നവാസ് നസീർ സാറിന് മുമ്പ് സിനിമയിൽ വന്നതാണ്. പക്ഷേ അർഹിക്കുന്ന അംഗീകാരം, അർഹിക്കുന്ന അവസരങ്ങൾ ഒന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. നസീർ സാറിൻ്റെ പ്രോഗ്രാം ഇപ്പോൾ എനിക്ക് രസകരമായി തോന്നിയത്, എന്നെ കോഴിക്കോട്ട് നിന്ന് സിനോജ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വിളിച്ചു. സിനോജ് ചോദിച്ചത്, താങ്കൾ അദ്ദേഹത്തിൻ്റെ രാവിലെ 5:30 എണീറ്റ് രാത്രി 11:30 കിടക്കുന്നവരെയുള്ള എല്ലാം പറഞ്ഞു. അതെ, താങ്കൾ എന്തുകൊണ്ട് അദ്ദേഹം നിസ്കരിക്കുന്ന കാര്യം പറഞ്ഞില്ല എന്ന് ചോദിച്ചു. നല്ല ചോദ്യമായിരുന്നു അത്. ഞാൻ പറഞ്ഞു, അതിന് നസീർ സാർ നിസ്കരിക്കണ്ടേ? അദ്ദേഹം ഒരു എന്താ പറയുക, മതവിശ്വാസി അല്ലാത്ത ആളൊന്നുമല്ല. 100% കലർപ്പില്ലാത്ത മതവിശ്വാസിയാണ്, ഈശ്വരവിശ്വാസിയാണ്. അദ്ദേഹത്തിൻ്റെ 4 പെൺമക്കളെയും മകനെയും മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരെ കൊണ്ട് മുസ്ലിം സമുദായ ആചാരപ്രകാരം തന്നെയാണ് കല്യാണമൊക്കെ നടത്തിയത്. പക്ഷേ രസം എന്താണെന്ന് ചോദിച്ചാൽ, നസീർ സാറോ നവാസോ പ്രേം നവാസോ ഈ 5 നേരം നിസ്കരിക്കുന്ന ശീലമോ വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാരത്തിന് പോകുന്ന ശീലമോ ഇല്ല. ഞാനത് മനഃപൂർവ്വം അങ്ങ് വിട്ടുകളഞ്ഞതാണ്. പക്ഷേ എന്നോട് ഇന്നൊരാൾ വിളിച്ച് ചോദിക്കുന്നു, നിങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം നിസ്കരിക്കുന്ന കാര്യം പറയാത്തതെന്ന് ചോദിച്ചു. നസീർ സാർ നിസ്കരിച്ചിട്ടില്ല സിനിമാ സെറ്റുകളിൽ. ഇനി വീട്ടിൽ വർക്കൊന്നും ഇല്ലാതിരിക്കുമ്പോൾ, വർക്കില്ലാതിരുന്നില്ലല്ലോ അദ്ദേഹത്തിന്. അപ്പോൾ വീട്ടിൽ വെച്ച് സ്വകാര്യമായി ചെയ്തിട്ടുണ്ടോയെന്ന് തന്നെ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യമാണല്ലോ. പക്ഷേ സിനിമാ സെറ്റുകളിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെലോളിക്ക് പോകുമ്പോൾ ഓടി ഞാൻ ഒന്ന് നിസ്കരിച്ചിട്ടെന്ന് പറഞ്ഞ് കൂടെ അവിടെ ഏതെങ്കിലും മുസ്ലിം സുഹൃത്തുക്കളുടെ അവരെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പള്ളിയിലും ഓടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസവും എല്ലാം അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആളാണ്, പ്രകടിപ്പിച്ച ആളായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. ആളുകൾ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ആലോചിക്കും. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് എന്നോട് വിളിച്ച് ചോദിച്ചത്. ഞാൻ വിട്ടുപോയി, അല്ലെങ്കിൽ മനഃപൂർവ്വം ഞാൻ വിട്ടുകളഞ്ഞു എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അതുപോട്ടെ, 1956 പുറത്തു വന്ന, ശരിക്കും പറയുകയാണെങ്കിൽ 1956 ഒക്ടോബർ 19 വെള്ളിയാഴ്ച കേരളത്തിലെ 11 സെൻറ്ററുകളിൽ റിലീസായ സിനിമയാണ് കൂടപ്പിറപ്പ്. ഈ പ്രോഗ്രാം കാണുന്ന എത്ര പേര് കൂടപ്പിറപ്പ് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് പ്രത്യേകതകൾ കൂടപ്പിറപ്പ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. അനുഗ്രഹീതനായ കവി വയലാർ രാമവർമ്മ ആദ്യമായി ഒരു സിനിമയ്ക്ക് പാട്ടെഴുതുന്നത് കൂടപ്പിറപ്പിലാണ്. വയലാർ ചലച്ചിത്ര ഗാന ശാഖയിലേക്ക് പ്രവേശിച്ചിടത്താണല്ലോ മലയാള സിനിമാ ഗാനശാഖയുടെ സുവർണ കാലഘട്ടം ആരംഭിക്കുന്നത്. അതുവരെ നമ്മൾ ഹിന്ദിയിലോ തമിഴിലോ ഉള്ള ട്രാക്കുകൾ എടുത്തിട്ട് അതിൽ വാക്കുകൾ കുത്തിനിറക്കലും മാത്രമായിരുന്നല്ലോ. വയലാർ രാമവർമ്മ വന്നതോടുകൂടിയാണ് മലയാള സിനിമാ ഗാനങ്ങൾക്ക് ഒരു പുതിയ ശാഖ വെട്ടിത്തുറന്നത്. കെ രാഘവ മാസ്റ്റർ ഈണം നൽകിയ ഈ ചിത്രത്തിലെ തുമ്പി തുമ്പി വാവ
ഈ തുമ്പത്തണലിൽ വാവ എന്നുള്ള ശാന്തപ്പി നായർ പാടിയ പാട്ടും, ആയിരം കൈകൾ ആർക്ക് നെയ്യണി പൊന്മാല, മലനാടിന് നെയ്യടി പൊന്മാല എന്ന് പറഞ്ഞ് ശാന്തപ്പി നായരും കെ രാഘവനും കോറസും പാടിയ പാട്ടുമൊക്കെ അടക്കം 11 പാട്ടുകൾ ഈ ചിത്രത്തിലുണ്ടായി. ശാന്തപ്പി നായരും കെ രാഘവനും എം രാജയും നമ്മുടെ ശ്രീവിദ്യ അമ്മയുടെ അമ്മ ML വസന്തകുമാരിയുമായിരുന്നു ഗായകർ. ഞാൻ ഇതൊക്കെ വിശദമായി പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഒരു സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സിനിമയിലെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വിശദമായി A to Z പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് അത് ചരിത്രത്തിൻ്റെ ഭാഗമാക്കാനും എന്തെങ്കിലും സംശയം വന്നാൽ അത് പരിശോധിക്കാനും ഒക്കെ കഴിയുമെന്ന് പലരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പ്രേം നവാസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അഭിനയിച്ച സിനിമയിലെ പാട്ടിനെക്കുറിച്ച് അടക്കം പറയുന്നത്. കൂടപ്പിറപ്പ് എല്ലാ അർത്ഥത്തിലും ഒരു പരീക്ഷണ ചിത്രമായിരുന്നു. മൈസൂറിലെ നവജ്യോതി ചലച്ചിത്ര നിർമ്മാണ കമ്പനിയിലൂടെ തൻ്റെ സിനിമാ ജീവിതം ആരംഭിച്ച ആളായിരുന്നു JD തോട്ടാൻ. ഞാൻ JD തോട്ടാനെക്കുറിച്ച് ബാലചന്ദ്ര മേനോനെക്കുറിച്ച് ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, വീടൊരു സ്വർഗത്തിൻ്റെ വർക്കലയിൽ നടന്ന ഷൂട്ടിംഗ് സ്ഥലത്ത് നസീർ സാറിനെയും ഷീലാമിയും കാണാൻ പോയ ബാലചന്ദ്ര മേനോന് JD തോട്ടാൻ തൻ്റെ തൊപ്പി ഊരി തലയിൽ വെച്ചു കൊടുത്ത കഥ. തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിൽ സഹസംവിധായകൻ ആയ ശേഷം മലയാളത്തിൽ സ്നേഹസീമ, ആശാദീപം തുടങ്ങിയവയിലും അദ്ദേഹം സഹസംവിധായകനായി പ്രവർത്തിച്ചു. JD തോട്ടൻ ആദ്യമായി സ്വതന്ത്ര സംവിധായകനായ ചിത്രമായിരുന്നു കൂടപ്പിറപ്പ്. നായകൻ, നായിക, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ് എന്നിവരെയും നവാഗതരെ തന്നെ പരീക്ഷിച്ച സിനിമയായിരുന്നു കൂടപ്പിറപ്പ്. പ്രേം നസീറിന് മുന്നേ ഭാഗ്യപരീക്ഷണം തേടി വന്ന അദ്ദേഹത്തിൻ്റെ അനുജൻ അബ്ദുൾ വഹാബായിരുന്നു കൂടപ്പിറപ്പിലെ നായകൻ. നേതാജി സുഭാഷ് ചന്ദ്രബോസിനോട് ഈശ്വരതുല്യമായ ബഹുമാനമുണ്ടായിരുന്ന ഒരു ചിറയൻകീഴുകാരനുണ്ടായിരുന്നു, MA റഷീദ്. അതായത് ചിറയൻകീഴിലെ ഖദീജ തിയേറ്ററിൻ്റെ ഉടമസ്ഥനായിരുന്ന MA റഷീദ്. അദ്ദേഹം നേതാജിയെ നേരിൽ കാണാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി, പക്ഷേ അദ്ദേഹം കണ്ടിട്ടില്ല. കേട്ടുകേഴ്വിയിൽ അറിയാവുന്ന നേതാജിയുടെ INA, ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറഞ്ഞ് അദ്ദേഹം രൂപീകരിച്ച INA പറ്റിയും ഈ പറയുന്ന MA റഷീദിന് അറിയാം. മലയായിലും ബർമയിലുമൊക്കെ ജോലി തേടിപ്പോയി അവിടെ വച്ച് നേതാജിയുമായി സഹകരിച്ച് INAയിൽ ചേർന്ന ചിറയൻകീഴിലെ പലരും പറഞ്ഞ വീരകഥകൾ കേട്ട MA റഷീദ് ഒരു സിനിമ പിടിക്കാനിറങ്ങി. ഈ വാർത്ത ചിറയൻകീഴ് വർക്കല ഭാഗത്ത് വലിയ പാട്ടായി മാറി, ഒരു വാർത്തയായി മാറി. INAയുടെ പോരാട്ട കഥകൾ പലരിൽ നിന്നും പഠിച്ചപ്പോൾ റഷീദിനൊരു കാര്യം മനസ്സിലായി, ഇത് തൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ല, കോടികൾ വേണ്ടിവരും ഒരു സിനിമയാക്കാനെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സിനിമ പിടിക്കാൻ റഷീദ് പോകുന്നു എന്ന വാർത്ത പരന്നതിനാൽ ഇനി ഒരു സിനിമ പിടിക്കാതിരിക്കാനും അദ്ദേഹത്തിന് കഴിയില്ല എന്ന സ്ഥിതിയായി. അദ്ദേഹം മദ്രാസിന് പോയി. മുതുകുളം രാഘവൻപിള്ളയെ കണ്ട് ഒരു സിനിമ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അദ്ദേഹം ഒരു കഥ പറഞ്ഞു. തിരക്കഥ എഴുതാൻ പോഞ്ഞിക്കര റാഫിയെ കൂടി കൂട്ടി. പുതുമുഖങ്ങൾ നായകനും നായികയുമാകണം എന്ന റഷീദിൻ്റെ വാശി തൻ്റെ നാട്ടുകാരനായ അബ്ദുൾ വഹാബിലും അംബികയിലും ചെന്നു നിന്നു. നേതാജിയുടെ വിദൂര ഛായയുള്ള MA റഷീദ് നേതാജി ഉപയോഗിച്ചിരുന്ന പോലുള്ള കണ്ണടയൊക്കെ ധരിച്ചായിരുന്നു അക്കാലത്ത് നടന്നിരുന്നത്. മദ്രാസിലെ റോയപ്പേട്ടയിലുള്ള ഓൾഡ് വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ താമസിക്കുമ്പോഴാണ് നനച്ചിരിക്കാതെ JD തോട്ടാനെ റഷീദ് പരിചയപ്പെടുന്നത്. നേതാജിയുടെ കഥ സിനിമയാക്കിയാൽ എങ്ങനെയെന്ന് തോട്ടാനോട് റഷീദ് തിരക്കി. പ്രയാസമായിരിക്കും പടമെടുക്കാൻ എന്നായിരുന്നു തോട്ടാൻ റഷീദിന് ഉപദേശിച്ചത്. കാരണം അത് ചില്ലറ കളിയൊന്നുമല്ല. സ്വാതന്ത്ര്യ സമരമൊക്കെ ചിത്രീകരിക്കണ്ടേ, നിസ്സാര തുകയിൽ ചിത്രീകരിക്കാൻ പറ്റുമോ? നാട്ടിലേക്ക് മടങ്ങണമെങ്കിൽ ഒരു സിനിമ എടുത്തേ പറ്റൂ എന്ന തൻ്റെ അവസ്ഥ പറഞ്ഞതിൽ നിന്നാണ് കൂടപ്പിറപ്പ് ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിറയൻകീഴിൽ ഖദീജ തിയേറ്റർ അടക്കം നല്ല സമ്പന്നനായ ആളായിരുന്നു റഷീദ്. പ്രേം നവാസിനെ നായകനാക്കിയാണ് കൂടപ്പിറപ്പെടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പ്രേം നവാസിനെ നായകനാക്കിയതാണ് കൂടപ്പിറപ്പ് വിജയിക്കാത്തത് എന്നാണ് അക്കാലത്ത് പലരും പറഞ്ഞത്. പക്ഷേ അതൊരു എന്താ പറയുക, ഒരു ക്ലീഷയായ ഒരു കഥയായിരുന്നു. വിജയിക്കാവുന്ന ഒരു വ്യത്യസ്തതയുമില്ലാത്തൊരു കഥയെടുത്ത് ചെയ്തതാണ് കൂടപ്പിറപ്പിൻ്റെ പരാജയം. പക്ഷേ പ്രേം നവാസ് നായകനായതുകൊണ്ടാണ്. അത് നസീർ സാറെന്നല്ല, അക്കാലത്തുള്ള തെക്കുറിശ്ശി സുകുമാരൻ നായരടക്കം ആര് ചെയ്താലും ആ പടം വിജയിക്കില്ല. പക്ഷേ പ്രേം നവാസ് അത് കാര്യമായി എടുത്തില്ല, അഭിനയം തുടർന്നു. 1966 അദ്ദേഹം നിർമ്മാതാവായി. കുറച്ച് സിനിമകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിർമ്മാതാവായി. അദ്ദേഹം നിർമ്മിച്ച അഗ്നിപുത്രി വലിയ വിജയമായി. SL പുരത്തിൻ്റെ നാടകമായിരുന്നു അഗ്നിപുത്രി. ഉമ്മയുടെ പേര് നിലനിർത്താൻ അസുമ ഫിലിംസിൻ്റെ ബാനറിൽ നിർമ്മിച്ച അഗ്നിപുത്രി മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ആദ്യമായി
മലയാള സിനിമയ്ക്ക് നേടിത്തന്നു. അതാണ് ആ സിനിമയുടെ ഹൈലൈറ്റ്. കൂടപ്പിറപ്പിൽ വയലാർ പാട്ടെഴുതാൻ വന്നതും രസകരമായ ഒരു കാര്യമാണ്. ഒരു സിനിമ പാട്ടെഴുത്തുകാരനാകാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ട വയലാർ പൊൻകുന്നം വർക്കിയുടെ വിശറിക്ക് കാറ്റ് വേണ്ട എന്ന നാടകത്തിന് പാട്ടുകൾ എഴുതി. വിശറിക്ക് കാറ്റ് വേണ്ട എന്ന് പറഞ്ഞ നാടകത്തിലെ പ്രശസ്തമായ ഗാനമാണ് ശർക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര എന്നുള്ള പാട്ട്. നാടകം പുറത്തു വന്നപ്പോഴേക്കും കേരളത്തിൽ ഒരു വലിയ തരംഗമായി മാറി ചക്കര പന്തലിൽ തേന്മഴ പൊഴിയും ചക്രവർത്തി കുമാര എന്നുള്ള പാട്ട്. ഈ പാട്ട് കേട്ട JD തോട്ടാൻ ഉറപ്പിച്ചു, ഞാനൊരു സിനിമ സംവിധാനം ചെയ്താൽ രാമവർമ്മയെ കൊണ്ട് മാത്രമേ പാട്ട് എഴുതിക്കൂ. കൂടപ്പിറപ്പ് ചെയ്യുമെന്ന് ഉറപ്പായപ്പോൾ വയലാർ രാമവർമ്മയെ നേരിൽ കാണാൻ തോട്ടാൻ നിശ്ചയിച്ചു. കൊല്ലത്ത് വെച്ച് പുരോഗമന സാഹിത്യ സമ്മേളനം നടക്കാൻ പോകുന്നു. പുരോഗമനവാദിയായ വയലാർ രാമവർമ്മ കൊല്ലത്തെത്തുമെന്ന് തോട്ടാനോട് ആരോ പറഞ്ഞു. തോട്ടാൻ നേരെ കൊല്ലത്തെത്തി. വയലാറിനെ നേരി കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല. രാമവർമ്മയായതിനാൽ വെളുത്ത് മേനിക്കൊഴുപ്പുള്ള, ഉണ്ണിക്കുടവറയുള്ള, മുറുക്കി ചോപ്പിച്ച തത്തമ്മ ചുണ്ടുള്ള ഒരു സ്റ്റൈലൻ വർമ്മയെ തിരക്കി തോട്ടാൻ സമ്മേളന സ്ഥലത്ത് കറങ്ങി നടന്നു. അങ്ങനെ ഒരാളെ അവിടെ കണ്ടെത്താനേ കഴിഞ്ഞില്ല. നേരെ തോട്ടാൻ വയലാറിലേക്ക് വണ്ടി വിട്ടു. ബസ്സിലാണ്, കാറൊന്നുമില്ല. ചേർത്തലയിൽ നിന്നും വയലാറിലേക്ക് പോകാൻ ഇന്നത്തെ പോലെ പാലം വന്നിട്ടില്ല. പട്ടണക്കാടൊക്കെ ചുറ്റി തോട്ടാൻ ഒരുവിധം രാഘവപറമ്പിലെത്തി. രാഘവപറമ്പിൽ ചെല്ലുമ്പോൾ വീടിൻ്റെ മുൻവശത്തൊന്നും ആരില്ല. വീട് അടച്ചിട്ടിരിക്കുക. തോട്ടാൻ ആ വീടിനെ ഒന്ന് വലം വെച്ചു. അപ്പോൾ വീടിൻ്റെ വടക്കു ഭാഗത്ത് ഒരു മുണ്ട് മാത്രം ധരിച്ച ഒരു പയ്യൻ നിൽക്കുന്നു. നേരെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഞാൻ വയലാർ രാമവർമ്മയെ അന്വേഷിച്ച് വന്നതാണ് എന്ന് പറഞ്ഞു തോട്ടാൻ. അത്രയും ഞാൻ വയലാർ രാമവർമ്മയെ അന്വേഷിച്ച് വന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞതും ആ പയ്യൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആ രാമവർമ്മ. ശരിക്കും തോട്ടാൻ അന്തിച്ചു പോയി. ചക്കരപ്പന്തലിൽ തേന്മഴ പൊഴിയും ചക്രവർത്തി കുമാര എന്നെഴുതിയ കവി അല്ലെങ്കിൽ ഗാനരചയിതാവ് ഈ കൊല്ലുന്നതിനുള്ള ഈ പയ്യനാണോ എന്ന് തോട്ടാൻ അത്ഭുതപ്പെട്ടു. ആഗമന ഉദ്ദേശം പറഞ്ഞു. രാമവർമ്മയ്ക്ക് സിനിമയിൽ പാട്ടെഴുതാനെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. അന്ന് തന്നെ രണ്ടുപേരും കൂടി ചിറയൻകീഴിന് പോന്നു. വയലാർ ആദ്യം സിനിമാ ഗാനം എഴുതിയത് ചിറയൻകീഴിൻ്റെ മണ്ണിലിരുന്നാണ്. പടയാളി എന്ന ചിത്രത്തിലാണ് അബ്ദുൾ വഹാബ് ആദ്യം അഭിനയിച്ചത്. ഈ അബ്ദുൾ വഹാബിനെ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ പേര് മാറ്റിയത്, ജ്യേഷ്ഠൻ്റെ പേര് മാറ്റിയതുപോലെ തന്നെ തെക്കുറിശിമാവനാണ് പേര് മാറ്റിയത്. അതുവരെയും അബ്ദുൾ വഹാബ് തന്നെയായിരുന്നു. അപ്പോൾ പടയാളി എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ചത്. പക്ഷേ പടം പാതി വഴിയിൽ നിന്നുപോയി. അങ്ങനെയാണ് കൂടപ്പിറപ്പിൽ അഭിനയിക്കുന്നത്. കൂടപ്പിറപ്പിൻ്റെ ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ മദ്രാസിൽ നിന്ന് എഡിറ്റർ വെങ്കട്ടരാമൻ സാറിൻ്റെ മകൻ വിളിച്ചു, രവി കാര്യങ്ങൾ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം ചോദിച്ചു അടുത്ത പ്രോഗ്രാം ഏതാന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത് ഞാൻ ചെയ്യുന്നത് ഈ പറയുന്ന പ്രേം നവാസിനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ നാടോടി എന്ന് പറഞ്ഞ പ്രേം നവാസിൻ്റെ സിനിമയിലാണ് ആദ്യമായിട്ട് വെങ്കട്ടരാമൻ, എൻ്റെ അച്ഛൻ വെങ്കട്ടരാമൻ സാറ് എഡിറ്റിംഗ് ആരംഭിച്ചത് എന്നുള്ള വിവരം എനിക്കിന്ന് തന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ്. 3 വർഷം കാത്തിരുന്ന ശേഷം 1959 നീലക്കുയിലൊക്കെ എടുത്ത ചന്ദ്രധാര ഒരു ചെറിയ പടം എടുക്കാൻ തീരുമാനിക്കുന്നു. TK പരീക്കുട്ടി. കൂടപ്പിറപ്പിൻ്റെ പിന്നാലെ പ്രേംനവാസിന് കിട്ടിയ നാടോടികൾ നിർമ്മിച്ചത് ചന്ദ്രധാരയായിരുന്നു. പിന്നെ സ്ത്രീ ഹൃദയം, കണ്ടം വെച്ച കോട്ട്, അരപ്പവൻ, വേലത്തുമ്പി ദളവ, കാൽപ്പാടുകൾ, ശ്രീരാമ പട്ടാഭിഷേകം തുടങ്ങി ശ്രീ ഗുരുവായൂരപ്പൻ തുടങ്ങി ഒരുപാട് സിനിമകളിൽ, എനിക്ക് തോന്നുന്നു 26 സിനിമകളിൽ എന്തോ പ്രേംനവാസ് അഭിനയിച്ചു. പ്രേം ആൻഡ് ബാലാജി മൂവീസിൻ്റെ ബാനറിൽ സിനിമാ നിർമ്മാണത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞതാണ് അഗ്നിപുത്രി. തിരക്കഥയ്ക്ക് നാഷണൽ അവാർഡ് ആദ്യമായി കേരളത്തിന് കിട്ടിയ അഗ്നിപുത്രി. തുടർന്ന് പാട്ടുകളൊന്നുമില്ലാത്ത നീതി എന്ന് പറഞ്ഞൊരു സിനിമയും അദ്ദേഹം നിർമ്മിച്ചു. പക്ഷേ അത് ഓടിയില്ല. ശോഭന പരമേശ്വരൻ നായരുമായി ചേർന്ന് ശോഭന പ്രേം കമ്പൈൻസ് എന്ന് പറഞ്ഞ ബാനറിൽ തുലാവർഷം, പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ, അമ്മുവിൻ്റെ ആട്ടുംകുട്ടി തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ചു. 1982 നിർമ്മിച്ച കെണി എന്ന് പറയുന്ന ശശികുമാർ സംവിധാനം ചെയ്ത കെണി ശരിക്കും പ്രേംനവാസിൻ്റെ ജീവിതത്തിലെ കെണിയായി മാറി. കാരണം അത്രയ്ക്ക് ദയനീയമായി കെണി എന്ന് പറഞ്ഞ സിനിമ പരാജയപ്പെട്ടു. ഒരു ആവറേജ് വിജയം ഉണ്ടാകുന്ന സംവിധായകനാണ് ശശികുമാർ. പക്ഷേ കെണി എന്ന് പറഞ്ഞ പടം സംവിധാനം ചെയ്തതും ശശികുമാർ സാറായിരുന്നു. പക്ഷേ ഓടിയില്ല. ജ്യേഷ്ഠൻ പ്രേം നസീറും മമ്മൂട്ടിയും KR വിജയും ബഹദൂറും ഭാസിയും ശുഭയും അടക്കം ഒരു വലിയ താരനിര ഉണ്ടായിരുന്നിട്ടും കെണി ഓടിയില്ല.
സിനിമാ പത്രപ്രവർത്തകനായിരുന്ന, നോവലിസ്റ്റായിരുന്ന, സംവിധായകനായിരുന്ന വിജയൻ കാരോട്ടും ജഗതി എൻ കെ ആചാരി, ജഗതി ശിവകുമാറിൻ്റെ അച്ഛനും ജഗതി എൻ കെ ആചാരിയും കൂടെ ചേർന്നാണ് കെണിയുടെ തിരക്കഥ എഴുതിയത്. ക്യാമറയാണെങ്കിൽ മെല്ലി ഇറാനി, എഡിറ്റിംഗ് ആണെങ്കിൽ MS മണി, സംഗീതമാണെങ്കിൽ ദേവരാജൻ. ഇങ്ങനെ നല്ലൊരു ടീമിനെ വച്ച് ചെയ്തിട്ടും കെണി ദയനീയമായി വീണുപോയി. അതോടുകൂടി പ്രേം നവാസ് എന്ന് പറഞ്ഞ സിനിമാ നിർമ്മാതാവിൻ്റെ കഷ്ടകാലം തുടങ്ങി എന്ന് പറയാം. നടനാവാൻ മദ്രാസിലെത്തിയ പ്രേം നവാസ് കെട്ടി ആടാത്ത വേഷങ്ങൾ കുറവാണ് എന്ന് പറയാം. നടൻ എന്ന നിലയിൽ നായകനായി, സഹനടനായി, വില്ലനായി, ദൈവിക വേഷധാരിയായി, നിർമ്മാതാവായി, ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ചുമതലക്കാരനായി പല കാര്യങ്ങൾ ചെയ്തു. അവസാനം അദ്ദേഹം മാന്യമായിട്ട് ജീവിച്ചു പോകാനായിട്ട് സിനിമാക്കാരുടെ താവളമായ പാങ്കുരു എന്ന് പറഞ്ഞ മദ്രാസിൽ പ്രശസ്തമായ ഹോട്ടലുണ്ട്. നമ്മൾ ജയൻ അടക്കമുള്ളവർ, എൻ്റെ ഗുരുനാഥനായ ജേസി സാർ അടക്കമുള്ളവർ, ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമാക്കാരും താമസിക്കുന്ന അവിടെ വെയിറ്റേറിയ ഹോട്ടലാണ് പാങ്കുരു. അപ്പോൾ പാങ്കുരുവിൻ്റെ നേരെ എതിർവശത്ത് പ്രേം നവാസ് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. ചിക്കൂസ് കോർണർ എന്നായിരുന്നു ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. പ്രേം നസീറിൻ്റെ അനുജൻ്റെ റെസ്റ്റോറൻറ്റ് എന്ന നിലയിൽ സിനിമാക്കാർ എന്താ പറയുക, പാങ്കുരുവിൽ താമസിക്കാൻ വന്നാൽ ആഹാര സാധനങ്ങൾ ചിക്കൂസിൽ ബുക്ക് ചെയ്യും. അപ്പോൾ നല്ല ഭക്ഷണമാണ് അത്. അന്നത്തെ കാലത്ത് പ്രേം നവാസ് പറഞ്ഞിരുന്നത്, മലയാളികൾ ഇവിടെ വന്നാൽ മലയാളിത്വമുള്ള നല്ല ഫുഡ് കഴിച്ചിട്ട് പോകണം, അതിനാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പാങ്കുരുവിൽ ആര് സിനിമാക്കാർ വന്നാലും അവിടുത്തെ മസാല ദോശയും വെജിറ്റേറിയൻ ഊണും കഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നേരെ എതിർവശത്തുള്ള ചിക്കൂസിൽ വിളിച്ച് പറയും, റൂം നമ്പർ 308 2 ഊണും 2 മത്തി വറുത്തത് അല്ലെങ്കിൽ അയല വറുത്തത് അല്ലെങ്കിൽ ചിക്കൻ്റെ ഏതെങ്കിലുമൊക്കെ ഓർഡർ ചെയ്താൽ കൃത്യമായി കൊണ്ടു കൊടുക്കും. അങ്ങനെ എനിക്ക് സിനിമയിൽ പരിചയമുള്ള ഒരു ടീം പാങ്കുരുവിൽ താമസിച്ചിട്ട് ഈ ചിക്കൂസിൽ വിളിച്ച് കുറച്ച് ആഹാരം ഓർഡർ ചെയ്തു. ഉച്ചയ്ക്ക് പറഞ്ഞ സമയത്തൊന്നും ആഹാരം എത്തിയില്ല. ഇവർക്കാണെങ്കിൽ നല്ല വിശപ്പ്. നേരെ ഫോൺ വിളിച്ചിട്ട് ചിക്കൂസിൽ വിളിച്ചിട്ട് ഇങ്ങനെ പാങ്കുരുവിൽ നിന്നാണ് വിളിക്കുന്നത്, ഞങ്ങൾ ആഹാരം ഓർഡർ ചെയ്തിട്ട് അതുകൊണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു, തൻ്റെയൊക്കെ ഇഷ്ടം പോലെ ഉള്ള സമയത്താണോ ആഹാരം കൊണ്ടുവരുന്നത്, ഞങ്ങൾക്ക് വിശക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന സമയത്താണ് കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചു. ഇപ്പോൾ കൊണ്ടുവരാം സാർ എന്ന് അവിടുന്ന് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞവർക്ക് ഔചിത്യമില്ലല്ലോ. അവർ ആ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് വളരെ മോശമായി ഫോണിലൂടെ സംസാരിച്ചു. മിനിറ്റുകൾ കഴിയുമ്പോൾ റൂമിൻ്റെ വാതിലിൽ ആരോ മുട്ടുന്നു. ഡോറ് തുറക്കുമ്പോൾ 2 കൈകളിലും വ്യത്യസ്തമായ പാത്രങ്ങളിൽ ആഹാര സാധനവുമായിട്ട് പ്രേം നവാസ് നിൽക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മലയാളത്തിൻ്റെ നിത്യഹരിത നായകനായിരുന്ന നസീർ സാറിൻ്റെ അനുജൻ, അല്ലെങ്കിൽ നസീർ സാറിന് മുമ്പ് സിനിമാ രംഗത്തെത്തിയ പ്രശസ്തമായ സിനിമകൾ, പൂജക്കെടുക്കാത്ത പൂക്കൾ പോലുള്ള നല്ല സിനിമകൾ നിർമ്മിച്ച നിർമ്മാതാവ് ജീവിതത്തിൻ്റെ അവസാന കാലം ജീവിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് സമയത്തിന് കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ ആ കുറ്റബോധത്തോടെ കൈ നിറയെ പാത്രങ്ങളുമായിട്ട് ഡോറിൻ്റെ മുന്നിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ഈ ഫോണിൽ വിളിച്ച് സംസാരിച്ച സിനിമാക്കാരന് പെട്ടെന്ന് സങ്കടം വന്നു. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം താമസിച്ചതിന് വരാവുന്ന ചമ്മലുമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. പാത്രങ്ങൾ മുറിക്കുള്ളിലുള്ള ടീപ്പോയിൽ കൊണ്ടുവന്ന് നിരത്തി വച്ചു. സ്റ്റാഫിൻ്റെ പെട്ടെന്നുള്ള ലീവ് എടുക്കൽ കാരണമാണ് വൈകിയത്, സോറി എന്ന് പ്രേം നവാസ് പറഞ്ഞു. ഫോണിൽ വഴക്ക് പറഞ്ഞതിൽ സിനിമാക്കാരും ശരിക്കും വേദനിച്ചു. അയ്യോ അങ്ങനെ തോന്നരുത്, അപ്പോൾ വിശന്നത് കൊണ്ട് പറഞ്ഞതാണ്. ഇല്ല കുഴപ്പമില്ല, എൻ്റെ സ്റ്റാഫുകളുടെ ഷോർട്ടേജ് കൊണ്ട് പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഒരു മനുഷ്യൻ്റെ ഒരു ഉയർച്ചയിൽ നിന്നുള്ള പതനം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞാനൊക്കെ സിനിമയിലെത്തുന്നതിന് മുമ്പ് സിനിമയിലെത്തി അദ്ദേഹം നായകനായി, നിർമ്മാതാവായി മാറിയ ഒരു മനുഷ്യസ്നേഹിയായ പ്രേം നസീറിൻ്റെ അനുജൻ ഫോണെടുത്ത് താങ്കളാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ ക്ഷമയോടെ ഈ പറയുന്ന ഈ ആഹാരം ബുക്ക് ചെയ്തവർ പറയുമ്പോൾ അതിനേക്കാൾ താഴ്മയോടെ അതിനെന്താ സാരമില്ല, തെറ്റ് ഞങ്ങളുടെ ഭാഗത്തു നിന്നല്ലേ എന്ന് ചോദിക്കുന്ന പ്രേം നവാസ്. എന്നോട് ആ സിനിമാക്കാരൻ വളരെ വിഷമിച്ച് പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ആ മനുഷ്യൻ കാണിച്ച ഒരു എളിമ കാണണം, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് തെറ്റ് വന്നതെന്നുള്ളതുകൊണ്ട് താമസിച്ച് ഭക്ഷണം കൊണ്ടുവന്ന്. സിനിമാക്കാരന് താമസിച്ച് ഭക്ഷണം വന്നാൽ സമ്മതിക്കില്ല, ഓസിന് തിന്നുന്നവരല്ലേ. അപ്പോൾ എന്നാലൊരു സിനിമാക്കാരൻ നടത്തുന്ന റെസ്റ്റോറൻ്റാണ്, അല്ലെങ്കിൽ പ്രേം നസീറിൻ്റെ അനുജൻ നടത്തുന്ന റെസ്റ്റോറൻ്റാണെന്നുള്ള ബോധം ഈ വിശപ്പിനിടയിൽ വന്നില്ല. ആദ്യം ഭാഗ്യം തേടി ചെന്നൈക്ക് വന്നുവെങ്കിലും അവസരങ്ങൾ തുടരെ കിട്ടാതെ പെട്ടുപോയി പ്രേം നവാസ്. ജ്യേഷ്ഠനാണെങ്കിൽ ഒരു ദിവസം 3-4 സിനിമകളിൽ മാറി മാറി അഭിനയിക്കുന്ന തിരക്കിലേക്ക് നസീർ സാർ വളർന്നു. പലപ്പോഴും പ്രേം നസീറിൻ്റെ വീട്ടിലെ ഔട്ട് ഹൗസിൽ സമയം പോകാതെ വീർപ്പ് മുട്ടി ജീവിച്ചു പ്രേം നവാസും പ്രേം നസീറും സ്വഭാവത്തിൽ അജഗജാന്തര വ്യത്യാസമുള്ള 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന
ജീവിതമായിരുന്നു. അതാണ് പ്രധാന പ്രശ്നം. ലളിത ജീവിതം പ്രേം നസീർ സ്വീകരിച്ചപ്പോൾ ജീവിതം ആഘോഷിക്കാനുള്ളതാണെന്ന് വിശ്വസിച്ച ആളായിരുന്നു അനുജൻ പ്രേം നവാസ്. പ്രേം നസീർ ഒരു പടത്തിൻ്റെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായി കേരളത്തിലേക്കോ മൈസൂറിലേക്കോ എവിടെയെങ്കിലും പോയാൽ അദ്ദേഹം 10-20 ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ വളരെ എന്താ പറയുക, ക്രൂരമായി ദേഷ്യപ്പെടുന്ന 2 പേരെ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഒന്ന് മകൻ ഷാനവാസും ഒന്ന് അനുജൻ പ്രേം നവാസുമാണ്. ഇവർ 2 പേരും ചെയ്തു വെച്ചിരിക്കുന്ന 20 ദിവസത്തിനിടയിൽ ചളകൊളമാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് നസീർ സാർ ഭയങ്കരമായിട്ട് ശോഭിക്കുമായിരുന്നു. പ്രേം നവാസിനും കിട്ടും വയറ് നിറച്ച്, ഷാനവാസിനും കിട്ടും വയറ് നിറച്ച്. അങ്ങനെ ആയിരുന്നു പ്രേം നവാസിൻ്റെ ജീവിതശൈലി. പ്രേം നസീറിൻ്റെ ജീവിതശൈലി അനുജനും മകനും സ്വീകരിക്കാൻ വിമുഖത കാട്ടിയിരുന്നു എന്ന് പറയുന്നതാവും ശരി. ഗുരു ഗോപിനാഥിൻ്റെ കീഴിൽ നൃത്തം അഭ്യസിച്ച അംബിക ബിഷപ്പിൻ്റെ വിളി എന്ന ചിത്രത്തിൽ ഒരു അന്തർനാടകത്തിൽ നൃത്തം ചെയ്തുകൊണ്ടാണ് അംബിക സിനിമാ രംഗത്തെത്തിയത്. എൻ്റെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അമേരിക്കയിലാണ് ഈ അംബിക എന്ന് പറഞ്ഞാൽ, അംബിക അമ്മ എന്ന് തന്നെ പറയാം, അല്ലെ അംബിക ചേച്ചി. അവരൊരിക്കൽ കേരളത്തിൽ വന്നപ്പോൾ ഞാൻ നടത്തിയിരുന്ന സ്റ്റുഡിയോയിൽ വന്ന് അവരെ ഒരു അഭിമുഖം എടുത്തു. ഏതോ ഒരു ചാനലുകാരൻ അഭിമുഖം ഷൂട്ട് ചെയ്ത് കാസറ്റ് അവിടെ വെച്ചിട്ട് പോയി. നാളെ വരും മറ്റന്നാൾ വരും എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളോളം നീണ്ടുപോയി. അവൻ എഡിറ്റിങ്ങിന് വന്നില്ല. സ്റ്റുഡിയോ മതിയാക്കിയപ്പോൾ ആ കാസറ്റ് ഇവിടെ പോയി. സത്യത്തിൽ അത് അന്ന് എടുത്തു വെച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ യൂട്യൂബിൽ ഉപയോഗിക്കാമായിരുന്നു. മനോഹരമായ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് അത് പുറം ലോകം കണ്ടില്ല എന്നുള്ളതാണ്. മാവേലിക്കര കൊട്ടാരത്തിലെ രാമവർമ്മ രാജയുടെയും മാധവിക്കുട്ടി അമ്മയുടെയും മകളായ അംബിക, തിരുവിതാംകൂർ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന, തിരുവിതാംകൂർ സഹോദരിമാരെന്ന് പറയുന്ന ലളിത പത്മിനി രാഗിണിമാരുടെ അമ്മയുടെ സഹോദര പുത്രിയാണ് അംബിക. അംബിക നായികയായ ആദ്യ ചിത്രം കൂടിയാണ് കൂടപ്പിറപ്പ്. 3 വർഷം കഴിഞ്ഞ് നാടോടി എന്ന് പറഞ്ഞ പടത്തിൽ അംബിക അഭിനയിക്കാൻ വരുമ്പോഴും അതിലും 3 വർഷം കഴിഞ്ഞ് പ്രേം നവാസ് തന്നെയായിരുന്നു നായകൻ. കൂടപ്പിറപ്പിലെ നായികയായതോടെ കണ്ണീർ പടങ്ങളിലെ നിരവധി നായിക വേഷങ്ങൾ അംബിയെ തേടി വന്നു. മലയാളത്തിലെ ആദ്യ കളർ ചിത്രമായ കണ്ടം വച്ച കോട്ട് എന്ന് പറഞ്ഞ സിനിമയിലും പ്രേം നവാസും അംബികയുമായിരുന്നു നായകനും നായികയും. അച്ഛനും മകനും അമ്മയും കൂടി ഒരു കാറിൽ വീട്ടിലേക്ക് വരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരച്ഛനും മകനും കുട്ടിയായ മകനും ഭാര്യയും കൂടി കാറിൽ വരികയാണ്. മദ്രാസിലെ ചെത്പേട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ ട്രാക്കിൻ്റെ 500 അടിയോളം അടുത്തെത്തിയപ്പോൾ ആ കാർ നിർത്തി. മാനസിക സംഘർഷങ്ങളാൽ ഉലഞ്ഞ മനസ്സുമായിരുന്ന അച്ഛൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ മകൻ തിരക്കി, ഡാഡി എവിടേക്കാണ് എന്ന് ചോദിച്ചു. മറുപടി പറയാതെ അദ്ദേഹം നടന്നു. ഭാര്യയെയും കൊച്ചുകുട്ടിയായ മകനെയും കാറിലിരുത്തിയിട്ട് അദ്ദേഹം നടന്നു. മകനും ഭാര്യയും കാറിൽ കാത്തിരുന്നു. അദ്ദേഹം എവിടെ പോവാണ്, എന്തോ ആവശ്യത്തിന് പോവാണ്, തിരിച്ചു വരട്ടെ എന്ന് കാത്തിരുന്നു. സമയം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. മകൻ അസ്വസ്ഥതയോടെ വാച്ചിൽ നോക്കിയിരുന്നു. നിശബ്ദയായി അമ്മയും. മെട്രോ തീവണ്ടികൾ തലങ്ങും വിലങ്ങും അവർക്ക് മുന്നിലൂടെ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. എവിടെ പോയതാകും ഡാഡി എന്ന് ആ കുട്ടി ചിന്തിച്ചു. ഒന്നിനു പിറകെ ഒന്നായി തുടങ്ങിയ നിരവധി സംരംഭങ്ങളൊക്കെ പരാജയപ്പെട്ടതിൻ്റെ രുചിയിൽ താളം തെറ്റിയ ജീവിതമാണ് അച്ഛൻ്റേതെന്ന് ചെറിയ പയ്യനായ മകൻ അറിയില്ലെങ്കിലും ഭാര്യയ്ക്ക് നന്നായി അറിയാം. മകൻ പതിയെ കാറിൽ നിന്നിറങ്ങി. അങ്ങനെ കാറിൽ നിന്നിറങ്ങി കാറിൻ്റെ പുറത്തിങ്ങനെ നിൽക്കുമ്പോൾ അതിലെ വന്ന ഏതോ ഒരു തമിഴൻ പറഞ്ഞു, ആരോ ഒരാൾ റെയിൽവേ ട്രാക്കിൽ അപകടം പറ്റി തലയിലൂടെ ട്രെയിൻ കയറി പോയി ഛിന്ന ഭിന്നമായി കിടക്കുന്നു എന്നുള്ള വിവരം ഈ പയ്യനോട് അതിലെ നടന്നുപോയ ഒരു അണ്ണാച്ചി പറഞ്ഞു. അത് കേട്ട പയ്യൻ ഒന്ന് അറച്ച് നിന്നിട്ട് ഓടി. അതെൻ്റെ ഡാഡി ആയിരിക്കുമെന്ന് അപ്പോൾ ആ പയ്യന് തോന്നിക്കാണണം. അവൻ്റെ ഉപബോധ മനസ്സ് പറഞ്ഞു കാണും അത് ഡാഡി ആയിരിക്കുമെന്ന്. പിന്നാലെ അമ്മയും ഓടി. കുറച്ച് മുമ്പ് കാറിൽ നിന്നിറങ്ങിയ അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് റെയിൽവേ ട്രാക്കിൽ തലയേറ്റി കിടക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയില്ല. എന്നാൽ അവർക്കെല്ലാം അറിയാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആശയറ്റ അവർ അവിടെ നിന്ന് നിലവിളിച്ചു. തലയേറ്റ് കിടക്കുന്നത് ആരാണെന്നോ ഈ കരയുന്നത് മരിച്ച ആളിൻ്റെ ആരാണെന്നോ തമിഴർക്കറിയില്ലല്ലോ. മലയാളത്തിൻ്റെ ഇതിഹാസ നായകൻ പ്രേം നസീറിൻ്റെ അനുജൻ പ്രേം നവാസാണ് തലയില്ലാത്ത ഉടലായി ആ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നത്. ലക്ഷ്മണനായും ഗുരുവായൂരപ്പനായും ഒക്കെ സ്ക്രീനിൽ നിറഞ്ഞാടിയ ദേഹമാണ് ചെക്പെട്ട് റെയിൽവേ ട്രാക്കിൽ ഛിന്ന ഭിന്നമായി കിടക്കുന്നത്. ഒരുപക്ഷെ ജ്യേഷ്ഠൻ പ്രേം നസീറോ സുഹൃത്ത് ശോഭന പരമേശ്വരൻ നായരോ ചെന്നൈയിലുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായും
ഈ ദാരുണമായ മരണം ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രേം നസീർ മരിച്ചതോടുകൂടി പ്രേം നവാസിൻ്റെ കൺട്രോൾ പോയിക്കാണ്. കാരണം എന്തും ഓടിച്ചെന്ന് പറയാവുന്നൊരു ജ്യേഷ്ഠൻ കൂടെ ഉണ്ടെങ്കിൽ അതിനുള്ള ധൈര്യം ഭയങ്കരമല്ലേ. അതുപോലെ തന്നെ സിനിമാ നിർമ്മാണം അടക്കം എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന സുഹൃത്തായ ജ്യേഷ്ഠൻ്റെ കൂടെയാണ് പഠിച്ചതെങ്കിലും അനിയൻ്റെ കമ്പനിയായ ശോഭന പരമേശ്വരൻ നായർ ഉണ്ടായിരുന്നെങ്കിലും ഈ ചെക്ക്പെട്ട് റെയിൽവേ ട്രാക്കിൽ തലയേറ്റ് കിടക്കേണ്ട ഗതികേട് പ്രേം നവാസിന് വരില്ലായിരുന്നു. കോടമ്പക്കം പരിസരങ്ങളിൽ മരണവും ആത്മഹത്യകളും ഒരു പതിവ് കാഴ്ചയാണ്. കോടമ്പക്കത്ത് അതിങ്ങനെ കൂടെ നടക്കും, ആരും മൈൻഡ് ചെയ്യാറില്ല. അതിനാൽ തന്നെ ആൾക്കൂട്ടമോ അന്വേഷണമോ ഉണ്ടാകാറില്ല. പക്ഷേ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്ന ചേതനയേറ്റ ശരീരം നിർമ്മിച്ച സിനിമ ദേശീയ പുരസ്കാരം നേടിയതാണ്. അഗ്നിപുത്രി പോലെ ദേശീയ അവാർഡ് കിട്ടിയ സിനിമ നിർമ്മിച്ച മനുഷ്യനാണ് തലയില്ലാതെ കിടക്കുന്നത് എന്നുള്ളത് തമിഴന്മാർക്ക് ഒരു പ്രശ്നമല്ല, അവരന്വേഷിച്ചതേയില്ല. അതുപോലെ തന്നെ ദാനശീലനായ, നമ്മൾ ആരോടും പറഞ്ഞില്ല, മലയാള സിനിമയിൽ ഇതുപോലൊരു ദാനശീലനുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കി. ദാനശീലനായ പ്രേം നസീറിൻ്റെ അനുജനാണ് ഈ ചിഹ്ന ഭിന്നമായി കിടക്കുന്നതെന്നും ആർക്കും അറിയില്ല. നസീർ സാറിനേക്കാൾ 6 വയസ്സ് ഇളയവനാണെങ്കിലും പ്രേം നസീറിന് മുമ്പ് സിനിമയിൽ വന്നവനാണ്. അതിനൊന്നും ഒരു വിലയും കോടമ്പക്കം നൽകിയില്ല എന്നുള്ളതാണ് സത്യം. പ്രേം നവാസ് മകനെയും ഭാര്യയെയും കാറിലിരുത്തി ധൃതിയിൽ പള്ളിയിൽ നിസ്കരിക്കാൻ പോവുമോ, പോയാൽ എന്താ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം. പക്ഷേ ഈ പോക്ക് ആത്മസംഘർഷം പ്രാർത്ഥിച്ച് ഇറക്കി വയ്ക്കാനല്ല, തീർക്കാനാണെന്ന് ഒരു പക്ഷേ ഭാര്യയ്ക്കോ മകനോ തോന്നിക്കാണാനിടയില്ല. ഭാര്യയ്ക്കെങ്കിലും തോന്നിയോ എന്ന് എനിക്ക് ഇപ്പം സംശയമുണ്ട്. ജീവിതത്തിൽ എന്നും തണലായിരുന്ന ജ്യേഷ്ഠൻ്റെ അകാല വിയോഗം ശരിക്കും തളർത്തിയത് നസീർ സാറിൻ്റെ കുടുംബത്തെക്കാൾ കൂടുതൽ തളർത്തിയത് പ്രേം നവാസിനെയാണെന്ന് ഞാൻ പറയും. ജ്യേഷ്ഠൻ മരിച്ച് 3-ാം വർഷം അനുജൻ ട്രെയിൻ പാളത്തിൽ അരഞ്ഞ് മരിക്കുക. ജുമാ നമസ്കാരങ്ങൾക്ക് പോകാത്ത ആളായിരുന്നു പ്രേം നവാസ്. ഇനിയിപ്പോൾ ഇത് പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വിവാഹത്തിന് വരരുത്. അദ്ദേഹം ഒരിക്കലും പള്ളിയിൽ നിസ്കരിക്കാൻ പോയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും ജുമാ നമസ്കാരങ്ങൾക്ക് പോയിട്ടില്ല. അവരുടെ വിശ്വാസങ്ങളെല്ലാം മനസ്സിലായിരുന്നു പ്രാർത്ഥന എന്നുള്ളതാണ് സത്യം. പള്ളിയിൽ പോകാത്ത പ്രേം നവാസ് അന്ന് പള്ളിയിൽ പോകണമെന്ന് നിശ്ചയിച്ചെങ്കിൽ എന്താവാം കാരണമെന്ന് ആരും അന്വേഷിച്ചില്ല. ഹിന്ദുവായ ഭാര്യയെ കാറിലിരുത്തിയാലും മകനെ കൂടി കൂട്ടാഞ്ഞത് എന്താവാം, മോൻ ബാ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വരാം, നിസ്കരിച്ചിട്ട് വരാമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഡാഡി എങ്ങോട്ടാണെന്ന് മകൻ തിരക്കുമ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ എന്ന് പറയാതെ പോയത് എന്തുകൊണ്ടായിരിക്കാം? അപ്പോൾ കാറിൽ എന്ന് ഇറങ്ങി പോകുമ്പോൾ ഡാഡി എങ്ങോട്ടാണ്, ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അതെന്തുകൊണ്ടാണെന്ന് ആരും അന്വേഷിച്ചില്ല. നീ വരുന്നോ കൂടെ എന്ന് ചോദിക്കാഞ്ഞത് എന്താകാം എന്നും ഇപ്പോൾ എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു കണക്കിന് നന്നായി എന്ന് ഞാൻ പറയും. കാരണം മകനെ കൂടെ കൂട്ടിക്കൊണ്ട് പോയില്ലല്ലോ. അങ്ങനെ അന്നത്തെ ആ റെയിൽവേ ട്രാക്കിലെ ദാരുണമായ സംഭവത്തിൽ മകനും കൂടി പെട്ടിരുന്നെങ്കിൽ ഈ അമ്മ എന്ത് ചെയ്യും നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തായാലും അകാലത്തിൽ പ്രേം നവാസ് എന്ന സുഖലോലുപനായി ജീവിച്ച് അവസാനം ബാധ്യതക്കാരനായി വീണുപോയ മനുഷ്യൻ്റെ ജീവിതം റെയിൽവേ ട്രാക്കിൽ അവസാനിച്ചു. 3 വിവാഹങ്ങൾ കഴിച്ച ആളായിരുന്നു പ്രേം നവാസിൻ്റെ അച്ഛൻ ഷാഹുൽ ഹമീദ്. അദ്ദേഹം 3 വിവാഹം കഴിക്കേണ്ടി വന്നു. ആദ്യ ഭാര്യയിൽ 3 മക്കൾ. മൂത്തത് പെൺകുട്ടി സുലേഖ, രണ്ടാമത്തത് അബ്ദുൽ ഖാദർ, മൂന്നാമത്തത് അബ്ദുൽ വഹാബ്. കുഞ്ഞുനാളിലെ വികൃതിക്കാരനായിരുന്നു ഈ അബ്ദുൽ വഹാബ്. കുഞ്ഞു പ്രായത്തിൽ ഒരു 6-7 വയസ്സുള്ളപ്പോൾ ബന്ധുവായ അബ്ദുൽ സലാമിനെയും കൂട്ടി ഓടുന്ന തീവണ്ടിയുടെ അടിഭാഗം, ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം എങ്ങനെയുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ചെറിയങ്കിഴാകുമ്പോൾ റെയിൽവേ ട്രാക്ക് അടുത്താണല്ലോ, പോയി പാളത്തിന് ഇരുവശവും നിരത്തിയിരിക്കുന്ന ചല്ലി, ഈ പാറച്ചല്ലി ഉണ്ടല്ലോ, കല്ല്, അതിൽ കിടന്നുകൊണ്ട് ഓടുന്ന ട്രെയിനിൻ്റെ അടി വിശേഷങ്ങൾ നോക്കി അബ്ദുൽ സലാമിന് പറഞ്ഞു കൊടുത്തു. ഇതിനിടയിൽ എങ്ങനെയോ ട്രെയിനിൻ്റെ ഏതോ ഭാഗം ഈ അബ്ദുൽ വഹാബിൻ്റെ തലയിൽ തട്ടി മുറിഞ്ഞു. വലിയ ഭൂകമ്പമായി ആ വാർത്ത. അങ്ങനെ വഹാബിനെ ശിക്ഷ എന്നുള്ള കണക്ക് അവൻ്റെ മരിച്ചുപോയ അമ്മയുടെ തോണിക്കടവിലെ ഉമ്മയുടെ കുടുംബ വീട്ടിൽ കൊണ്ടാക്കി. അവിടെ നിന്നാണ് പ്രേം നവാസ് വളർന്നത്. ജ്യേഷ്ഠനും ചേച്ചിയും മാത്രമാണ് അച്ഛനോടൊപ്പം വളർന്നത്. ആലോചിച്ച് നോക്കൂ, 6-7 വയസ്സുള്ളപ്പോൾ ട്രെയിൻ തട്ടി തലമുറിഞ്ഞ പ്രേം നവാസ് 60-ാം വയസ്സിൽ ട്രെയിൻ തട്ടി തന്നെ മരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിമിത്തം എന്ന് പറയാവുന്നത്. 6-ാമത്തെ വയസ്സിൽ അന്ന് അപകടം പറ്റേണ്ടതായിരുന്നു, പക്ഷേ ചെറിയ മുറിവോടെ രക്ഷപ്പെട്ടു. കാരണം ട്രെയിനിൻ്റെ അടി കിടന്നുകൊണ്ട്, ചല്ലി കിടന്നുകൊണ്ട് ട്രെയിനിൻ്റെ അടിവശം എങ്ങനെയുണ്ടെന്ന്, ഓടുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ തട്ടിമുറിഞ്ഞത്. ആ മനുഷ്യൻ 60 വയസ്സായപ്പോൾ ട്രെയിൻ തട്ടി തന്നെ മരിച്ചു എന്നുള്ളത് വിധി നിയോഗമായിരിക്കാം. പ്രേം നസീറും പ്രേം നവാസുമായി അടുത്ത രൂപസാദൃശ്യം ഉണ്ടായിരുന്നു. 1 ഇഞ്ചോ മറ്റോ ഉയര കൂടുതൽ പ്രേം നവാസിനുണ്ട്. പക്ഷേ സ്ക്രീനിൽ കണ്ടാൽ രണ്ടാളും പ്രേം നസീറാണെന്ന് തോന്നും.
നീലക്കുയിൽ അസാമാന്യ വിജയം നേടിയ ശേഷം ചന്ദ്രതാര അടുത്തടുത്ത സിനിമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാടോടികളായിരുന്നു. നാടോടികളുടെ ചിത്രീകരണം നടക്കുന്നതിനിടയിൽ പ്രേം നവാസിന് ഗുരുതരമായി പരിക്കേറ്റു. ചിത്രത്തിൻ്റെ ക്ലൈമാക്സിലടക്കം അഭിനയിച്ചത് പ്രേം നസീറായിരുന്നു. പ്രേം നവാസ് അനിയന് പകരം ജ്യേഷ്ഠനാണ് അഭിനയിച്ചത്. ഇന്നും നാടോടിയിൽ അനുജന് പകരം ജ്യേഷ്ഠൻ ഡൂപ്പായി അഭിനയിച്ച കാര്യം സിനിമ കണ്ട ഒരാൾക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അത്ര സാദൃശ്യം ഉണ്ടായിരുന്ന വരിമില്ല. യേശുദാസ് ആദ്യമായി പിന്നണി പാടിയ കാൽപ്പാടുകളിൽ പ്രേം നസീറും പ്രേം നവാസും ഒന്നിച്ചഭിനയിച്ച ആദ്യ ചിത്രമായിരുന്നു കാൽപ്പാടുകൾ. 1962 മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ കണ്ടം വെച്ച കോട്ട്, അതിലെ നായകനായിരുന്നു പ്രേം നവാസ്. അബ്ദുൽ ഖാദറിനെ പ്രേം നസീറാക്കിയ തെക്കുറിശി തന്നെയാണ് അബ്ദുൽ വഹാബിനെ പ്രേം നവാസ് എന്ന് പേരിട്ടത്. 1962 മെരിലാൻഡ് നിർമ്മിച്ച ശ്രീരാമ പട്ടാഭിഷേകത്തിൽ ശ്രീരാമനായി പ്രേം നസീറും ലക്ഷ്മണനായി പ്രേം നവാസും അഭിനയിച്ചു. രാമനും ലക്ഷ്മണനും പ്രേം നസീർ ഡബിൾ റോൾ ചെയ്തു എന്നാണ് അക്കാലത്ത് പലരും വിശ്വസിച്ചത്. 1964 മെരിലാൻഡ് നിർമ്മിച്ച ആറ്റം ബോംബിലൂടെയാണ് മലയാളിയായ കെ ബാലാജി മലയാളത്തിൽ ആദ്യമായി നായകനാവുന്നത്. അതിലെ മറ്റൊരു നായകൻ പ്രേം നവാസായിരുന്നു ആറ്റം ബോംബിൽ. 1964 തന്നെ എസ് രാമനാഥൻ സംവിധാനം ചെയ്ത ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീകൃഷ്ണൻ്റെ വേഷം ചെയ്തതും പ്രേം നവാസായിരുന്നു. അരപ്പവനിൽ സത്യനോടൊപ്പവും, വേലുത്തമ്പി ദളവിയിൽ കൊട്ടാരക്കര ശ്രീധരൻ നായരോടൊപ്പം, സുബൈദയിൽ മധുവിനോടൊപ്പം ഒന്നിച്ചഭിനയിക്കാനുള്ള അവസരം പ്രേം നവാസിനുണ്ടായി. 1968 പുറത്തു വന്ന കാർത്തിക എന്ന ചിത്രത്തിലെ ഇക്കരയാണെൻ്റെ താമസം അക്കരയാണെൻ്റെ മാനസം എന്നുള്ള ഗാനവും പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മൊട്ടായിരുന്നു നീ എന്നുള്ള പാട്ടും യൂസഫ് അലി കച്ചേരി എഴുതിയ മനോഹരമായ വരികളാണ്. MS ബാബുരാജ് സംഗീതം നൽകിയ ഈ പാട്ടുകൾ പാടി അഭിനയിച്ചത് പ്രേം നവാസായിരുന്നു. സൂപ്പർ ഹിറ്റായി പാട്ടുകൾ പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയതും പ്രേം നവാസിനായിരുന്നു. സ്നേഹിക്കുന്നവർക്ക് ഇരട്ടി സ്നേഹം തിരിച്ചു നൽകുന്ന മനുഷ്യനായിരുന്നു പ്രേം നവാസ്. സുഖസൗകര്യങ്ങൾ അവഗണിച്ച് സിനിമയ്ക്കായി അഹോരാത്രം പണിയെടുക്കുന്ന ജ്യേഷ്ഠനിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു പ്രേം നവാസ്. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഒരു സിനിമാ നിർമ്മാതാവിനെ രക്ഷപ്പെടുത്താൻ, വീണുപോയൊരു നിർമ്മാതാവിനെ കൈപിടിച്ചുയർത്താൻ, ഒരു സിനിമ എത്ര ചെലവ് ചുരുക്കി തീർക്കാമോ അത്രയും ചെലവ് ചുരുക്കാനായി എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു പ്രേം നസീർ. എങ്കിൽ ജീവിതം നന്നായിട്ട് ആഘോഷിക്കണം എന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു പ്രേം നവാസ്. ഷൂട്ടിങ്ങിനിടയിൽ വിശപ്പ് തോന്നിയാൽ അഭിനയം നിർത്താൻ ഒരു മടിയും കാണിക്കാത്ത ആളായിരുന്നു പ്രേം നവാസ്. അധ്വാനിക്കുന്നത് സമ്പാദിക്കാനും സുഖസൗകര്യങ്ങൾ നിലനിർത്താനുമാണ് എന്ന് വിശ്വസിച്ച മനുഷ്യനായിരുന്നു പ്രേം നവാസ്. ഇതുകൊണ്ട് തന്നെ പല നിർമ്മാതാക്കളും പ്രേം നവാസ് പെട്ടെന്ന് അസ്വീകാരനായി മാറി. പല നിർമ്മാതാക്കൾക്കും അയാൾ ശരിയാവില്ല, അയാൾ തലവേദന ആവും എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന അവസ്ഥയെത്തി. ദുർവാശികൾ കളഞ്ഞ് ജ്യേഷ്ഠൻ്റെ തണൽ പറ്റി നിന്നിരുന്നുവെങ്കിൽ സിനിമയിൽ നിറയെ അവസരങ്ങൾ കിട്ടിയേനെ. അതിന് തയ്യാറായതേയില്ല അദ്ദേഹം എന്നുള്ളതാണ് സത്യം. ഒരു ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ചേട്ടനോടൊന്ന് സറണ്ടർ ചെയ്ത്, ചേട്ടൻ ചെയ്യുന്ന പടങ്ങളിലൊക്കെ എന്തെങ്കിലും വേഷം എനിക്ക് വാങ്ങിത്തരണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ലൈവിൽ നിൽക്കാമായിരുന്നു. പക്ഷേ ഒരിക്കലും ചേട്ടൻ്റെ അത്തരം ഔദാര്യങ്ങൾ വേണ്ട എന്ന് വിചാരിച്ച ആളായിരുന്നു അദ്ദേഹം. ആരുടെ മുന്നിലും തല കുനിക്കാനോ ഔദാര്യം പറ്റാനോ ഒരിക്കലും പ്രേം നവാസ് തയ്യാറായിരുന്നില്ല. സുഹൃത്തുക്കളുമായി എന്ത് ത്യാഗം ചെയ്യാനും എപ്പോഴും തയ്യാറായിരുന്നു പ്രേം നവാസ്. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ദൗർബല്യമായിരുന്നു. അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടും പിന്മാറാത്തവനായിരുന്നു പ്രേം നവാസ്. ഒരു സുഹൃത്തിനു വേണ്ടി പ്രേം നവാസ് ജാമ്യയിൽ നിന്ന് വലിയൊരു തുക വാങ്ങിക്കൊടുത്തു. ഏതെങ്കിലും മാർവാടിയിരുന്നായിരിക്കാം. സുഹൃത്ത് വാങ്ങിയ തുക നൽകാതെ മുങ്ങി. അത്രയും തുകയും പലിശയും ജാമ്യക്കാരനായ പ്രേം നവാസ് നൽകേണ്ടി വന്നു. ഇതിനൊക്കെയാണ് നസീർ സാർ വഴക്ക് പറയുന്നത്. വലിയൊരു സുഹൃത്ത് വലയത്തിൽപ്പെട്ട ആളായിരുന്നതിനാൽ മാർവാടിയുടെ പക്കൽ നിന്നും കടം വാങ്ങി കൊടുത്തിട്ട് ആ തുക കടം വാങ്ങി നൽകേണ്ടി വരുന്ന നിർഭാഗ്യവാനായിരുന്നു പ്രേം നവാസ്. കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് സുഹൃത്തുക്കിന് ഒരു മാർവാടി ഇരുന്ന് വാങ്ങിച്ചു കൊടുക്കും. മാർവാടി ടൈറ്റാക്കുമ്പോൾ വേറെ ആയിരുന്നെങ്കിലും കടം വാങ്ങിച്ച് മാർവാടിക്ക് കൊടുക്കും. അങ്ങനെയുള്ള ഒരാളായിരുന്നു പ്രേം നവാസ്. ചുറ്റിനും സുഹൃത്തുക്കളില്ലാത്തൊരു ജീവിതം ചിന്തിക്കാനാകാത്ത മനുഷ്യനായിരുന്നു പ്രേം നവാസ്. അതാണ് അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്. എപ്പോഴും കൂടെ കുറേ സുഹൃത്തുക്കൾ വേണം. അതുപോലെ സിനിമയിലെ ചാൻസ് തേടി മദ്രാസിലെത്തുന്ന ആരെയും സഹായിക്കാൻ ഒരു മടിയും ഇല്ലാത്ത ആളായിരുന്നു പ്രേം നവാസ്. പ്രേം നസീറിൻ്റെ സഹപാഠിയായിരുന്ന ശോഭന പരമേശ്വരൻ നായരുടെ ചങ്ങാതി പക്ഷേ പ്രേം നവാസായിരുന്നു. അദ്ദേഹത്തെക്കാൾ 3-4 വയസ്സ് എളുപ്പമുള്ള പ്രേം നവാസായിരുന്നു അദ്ദേഹത്തിൻ്റെ ചങ്ങാതി. രാമു കാര്യാട്ട്, പ്രേം പ്രകാശ്, ശോഭന പരമേശ്വരൻ നായർ എന്ന് പറയുന്ന ശക്തമായൊരു കൂട്ടുകെട്ട്, ത്രിമൂർത്തികളെന്നാണ് അക്കാലത്ത് ഇവരെ വിളിച്ചിരുന്നത്. മദ്രാസിലെ ഈ 3 പേര് ശക്തരായ ഒരു ടീമായിരുന്നു. തിരക്കിൽ നിന്നും തിരക്കിലേക്ക് പ്രേം നസീർ വീണു പോയതിനാൽ പ്രേം നസീറിൻ്റെ വീട്ടുകാര്യങ്ങളും സ്വകാര്യങ്ങളും എല്ലാം കൃത്യമായി നടത്തിപ്പോന്നതും പ്രേം നവാസാണ്. നാട്ടിൽ നിന്നും വരുന്ന ബന്ധുക്കൾ
സുഹൃത്തുക്കൾ, നാട്ടുകാർ എന്നിവരുടെയൊക്കെ ചികിത്സ അടക്കമുള്ള എല്ലാം നോക്കി നടത്തിയിരുന്നതും പ്രേംനവാസായിരുന്നു. ആശുപത്രി കൊണ്ടുപോവുക, ട്രീറ്റ് ചെയ്യുക, തിരിച്ചവരെ ട്രെയിൻ കയറ്റി വിടുക, ഇതെല്ലാം അദ്ദേഹം ചെയ്തിരുന്നു. ഒരിക്കലും അതൊരു മുഷിച്ചലായി അദ്ദേഹത്തിന് തോന്നിയിട്ടേയില്ല. ജീവിതത്തെ അത് പോകുന്ന വഴിയെ വിടുക എന്നുള്ളതായിരുന്നു പ്രേംനവാസിൻ്റെ രീതി. ഭാവിയിൽ എന്താവും എന്ന ആകുലത, ദുഃഖം, നഷ്ടം ഇതൊന്നും ഒരിക്കലും അദ്ദേഹത്തെ ബാധിച്ചതേയില്ല. ഏതു പ്രതിസന്ധിയിലും തന്നെ താങ്ങി നിർത്താനും സഹായിക്കാനും ചേട്ടനുണ്ട് എന്നുള്ളതായിരിക്കണം ഈ ചിന്തകൾക്കൊക്കെ കാരണം എന്ന് പറയാം. ലാഘവത്തോടെ ജീവിതത്തെ കൊണ്ടുപോയതും ജ്യേഷ്ഠനുണ്ട് എന്ന ധൈര്യത്തിലായിരിക്കണം. ജ്യേഷ്ഠൻ്റെ ഉപദേശങ്ങൾ ഗൗരവത്തോടെ കണ്ടിരുന്നുവെങ്കിൽ പ്രേംനവാസിൻ്റെ ജീവിതം ട്രാജഡിയിൽ തീരില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ തനിക്ക് സമയമായില്ല എന്ന് കരുതി ഞാനൊരു പെണ്ണൊക്കെ കെട്ടി ഒതുങ്ങി ജീവിക്കേണ്ടവനല്ല, എനിക്കതിനൊന്നും കഴിയില്ല, ഞാൻ ഈ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് ജീവിച്ചോളാം, സന്തോഷത്തോടെ ജീവിച്ചോളാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് കുടുംബത്തിൽ നിന്ന് വലിയ പ്രഷർ ഉണ്ടാവുകയും അങ്ങനെ അദ്ദേഹം മനസ്സോടെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. കന്യാകുമാരി ജില്ലയിലെ കോട്ടാറിൽ നിന്നും ഷംസുന്നഹാർ എന്ന് പറയുന്ന ഒരു PhD കാരിയെ, ഒരു ഡോക്ടറേറ്റ് എടുത്ത ഒരു സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അധികകാലം ആകുന്നതിന് മുമ്പ് അസ്വാരസ്യങ്ങൾ തലപൊക്കി. ഭർത്താവിൻ്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾ അവർക്ക് ദുസ്സഹമായി തോന്നി, അല്ലെങ്കിൽ അലോസരമായി തോന്നി. സുഹൃത്തുക്കളെ ഒഴിവാക്കാൻ പ്രേംനവാസിനും ആകില്ലായിരുന്നു. അവരെത്ര ശ്രമിച്ചിട്ടും അങ്ങനെ നീ പറയുന്നത് അനുസരിച്ച് എൻ്റെ കൂട്ടുകാരെയൊന്നും എനിക്ക് കളയാൻ പറ്റില്ല എന്നുള്ള വാശിക്കാരനായിരുന്നു അദ്ദേഹം. തന്നെ മാത്രം കരുതണം, തന്നോടൊപ്പം ജീവിക്കണമെന്ന നിർബന്ധം ഭാര്യ പ്രകടിപ്പിച്ചത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം തയ്യാറായില്ല. സിനിമാ ലോകത്തിൽ തിരക്കും ബഹളവും ഒന്നും അവർക്ക് താങ്ങാനായില്ല. നിത്യവും വീട്ടിൽ വഴക്കായി. വീട്ടുകാർ ഇടപെട്ടിട്ടും വീട്ടുകാരും ഇടപെട്ടിട്ടും ഫലവത്തായില്ല. ഒടുവിൽ ആ ബന്ധം പിരിഞ്ഞു. ഒരു ഡൈവേഴ്സ് ചെയ്ത് പിരിഞ്ഞു. സന്തോഷമായിട്ട് രണ്ടുപേരും പിരിഞ്ഞു. ഇനിയൊരു വിവാഹം വേണ്ട എന്ന് ഉറപ്പിച്ച് ജീവിക്കുമ്പോഴാണ്, ഇതൊക്കെയാണ് നിമിത്തം എന്ന് പറഞ്ഞാൽ, ഒരു വിമാന യാത്രക്കിടയിൽ എന്തെങ്കിലും കുടിക്കാൻ വേണോ കഴിക്കാൻ വേണോ എന്നൊക്കെ ചോദിക്കാൻ വന്ന അടുത്തേക്ക് വന്ന ഒരു എയർ ഹോസ്റ്റസുമായിട്ട് പ്രേംനവാസ് പരിചയപ്പെട്ടു. അവരാണ് സുലോചന. ദൈവനിശ്ചയമാകാം. പിന്നീട് പ്രേംനവാസ് അടിക്കടി ഏതൊക്കെ ഫ്ലൈറ്റിൽ കയറി പോകും ആ ഫ്ലൈറ്റിലെല്ലാം സുലോചന ഉണ്ടാവും എയർ ഹോസ്റ്റസായിട്ട്. അങ്ങനെ അവർ വീണ്ടും കണ്ടുകൂട്ടിയപ്പോൾ അതൊരു സൗഹൃദമായി, പിന്നെ അതൊരു പ്രണയമായി. രണ്ട് മതസ്ഥരാണ്, ഒരാൾ ഹിന്ദു ഒരാൾ മുസ്ലിം. അതൊന്നും ഒന്നാകാൻ വിഘാതമായില്ല എന്നുള്ളതാണ് സത്യം. അവർ ഒന്നിച്ചു. ഒരാൺകുഞ്ഞ് പിറന്നു. അവന് പ്രേം കിഷോർ എന്ന് പേരിട്ടു. സിനിമയിൽ എത്തിക്കണമെന്ന് അച്ഛനും അമ്മയ്ക്കും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പ്രേംനവാസിൻ്റെ മരണശേഷവും ശോഭന പരമേശ്വരൻ നായർ എന്ന് പറഞ്ഞ പ്രേംനവാസിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരുപാട് സിനിമാക്കാരോട് പറഞ്ഞു, നമ്മുടെ പ്രേംനവാസിൻ്റെ മകൻ പ്രേം കിഷോർ എന്ന് പറഞ്ഞൊരു സുന്ദരം പയ്യനുണ്ട്, അവനെ ഒരു പ്രധാന വേഷം കൊടുത്ത് നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ആരും സിനിമാക്കാർ കേട്ടില്ല. കാരണം അപ്പോഴ് ശോഭന പരമേശ്വരൻ നായർ സാറും റിട്ടയർ ആയല്ലോ. അദ്ദേഹം ഏഷ്യാനെറ്റിൽ സിനിമ വാങ്ങാനിരുന്നിരുന്നുവെങ്കിൽ പോലും പലരും കേട്ടേനെ. പക്ഷേ അദ്ദേഹം അതൊക്കെ മതിയാക്കി വീട്ടിൽ ഒതുങ്ങിപ്പോയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ആരും കേട്ടില്ല. അങ്ങനെ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരവസരവും ഒത്തുവന്നില്ല. ബാംഗ്ലൂരിൽ IG രംഗത്തെ മോശമല്ലാത്ത ഒരു കമ്പനി സ്വന്തമായി നടത്തുകയാണ് ഇപ്പോൾ പ്രേം കിഷോർ. അമ്മയും ഭാര്യയും പ്രേം കിഷോറിൻ്റെ കൂടെയുണ്ട്. പ്രേം നസീറിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം ചിറയൻകീഴ് കൊണ്ടുവന്ന് പള്ളിയിലാണല്ലോ, ചിറയൻകീഴത്തെ പള്ളിയിലാണല്ലോ സംസ്കരിച്ചത്. പക്ഷേ പ്രേംനവാസായിരുന്നു മുൻകൈ എടുത്തത്. ചേട്ടൻ അനുജനോടാണ് പറഞ്ഞിരുന്നത്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ചിറയൻകീഴ് കൊണ്ടുപോയി എന്നെ കബറടക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പ്രേംനവാസിൻ്റെ നനച്ചിരിക്കാതെയുള്ള യാത്രയിൽ കോടമ്പക്കത്തുള്ള ഏതോ ഒരു പള്ളിയിലാണ് അദ്ദേഹത്തെ അടക്കിയത്. ഇതാണ് പ്രേംനവാസിനെക്കുറിച്ച് പറയാവുന്നൊരു ചിത്രം. ഞാൻ ഇതിൻ്റെ ആമുഖമായി പറയാൻ വിട്ടുപോയി. നമ്മൾ വ്യത്യസ്തമായ ഫോട്ടോകൾ കൈ കിട്ടുമ്പോൾ ചെയ്യുന്ന ഈ ചിത്രത്തിന് പിന്നിൽ എന്നുള്ള പങ്ക്തിയിലാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം. അത് തുടക്കത്തിൽ പറയാൻ മറന്നുപോയി. എനിക്ക് യാദൃച്ഛ്യമായിട്ട് അദ്ദേഹം ശ്രീകൃഷ്ണനായിട്ടും അദ്ദേഹം ലക്ഷ്മണനായിട്ടും നിൽക്കുന്ന 2 ഫോട്ടോ ഏതോ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു. അത് കണ്ടപ്പോഴാണ് പ്രേംനവാസ് എന്ന് പറഞ്ഞ ഹതഭാഗ്യനെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യണമെന്ന് തോന്നിയത്. ആമുഖമായി ഈ ചിത്രത്തിന് പിന്നിൽ എന്നുള്ള പങ്ക്തിയിലാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് പറയാൻ വിട്ടുപോയത് അതാണ്. എന്തായാലും നസീർ സാർ ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രേംനവാസും ജീവിച്ചിരുന്നേനെ. അഭിമാനികളാവുമ്പോൾ ഒരു പ്രശ്നമാണ്. താങ്ങാനും തണലിനും ഒക്കെ ആരുമില്ലാതെയാവുമ്പോൾ, ഭാര്യയും മകനും പോലും ഒരു ബാധ്യതയായി മാറുന്നു എന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് കടക്കാർ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്നു എന്ന് വരുമ്പോൾ, ഇതെല്ലാം പരിഹരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, ജീവിതം അങ്ങ് തീരട്ടെ എന്ന് തോന്നിക്കാണാം പ്രേംനവാസ് സാറിന്.
ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്തൊരു സുമുഖൻ എന്ന് പറയുന്നത്. നസീർ സാറിനേക്കാളും സുന്ദരനാണ്. എപ്പോഴും കറുത്ത കട്ടി കണ്ണട വെച്ച് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മൃതദേഹം സംസ്കരിക്കാനായി മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പോലും അദ്ദേഹം കണ്ണട ഊരിയിട്ടില്ല. MGRനെ പോലെ കാട്ടി കറുത്ത കണ്ണട വെച്ചിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് നല്ല സുമുഖനായ മനുഷ്യനായിരുന്നു പ്രേം നവാസ്. ഞാൻ മദ്രാസിൽ 2-3 റെക്കോർഡിങ്ങിനൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ചിരിക്കൊക്കെ ഒരു വളരെ വശ്യതയുള്ള ഒരു കഥാപാത്രമാണ്. എന്തായാലും പ്രേം ഘോഷറും അമ്മയും ഭാര്യയുമായിട്ട് സന്തോഷമായിട്ട് ബാംഗ്ലൂരിൽ ജീവിക്കായിരിക്കാം. മലയാള സിനിമയിലെ ഒരു നടൻ്റെ നിർമ്മാതാവിൻ്റെ എന്താ പറയുക പിൻഗാമികളാണ് ഞങ്ങളെന്നുള്ള ഒരു ചിന്തയുമില്ലാതെ IT ഫീൽഡിൽ സന്തോഷമായി കഴിയട്ടെ അവർ. അകാലത്തിൽ പൊലിഞ്ഞുപോയ എന്താ പറയുക അർഹിക്കുന്ന രീതിയിൽ അംഗീകാരങ്ങൾ കിട്ടാതെ പോയ പ്രേം നവാസ് എന്ന് പറഞ്ഞ സൗഹൃദങ്ങൾക്ക് വില നൽകിയിരുന്ന, സിനിമയിൽ അത് വളരെ കുറവാണല്ലോ. എനിക്കെങ്ങനെ ഏണിയാക്കി ചവിട്ടിക്കയറി പോകാമെന്നല്ലേ സിനിമയിൽ നോക്കാറുള്ളൂ. അതിന് പകരം ഞാനും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സംഘവും എന്നുള്ള ആ സൗഹൃദത്തെ കെട്ടിപ്പിടിച്ച പ്രേം നവാസ് എന്ന് പറഞ്ഞ ഹതഭാഗ്യൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.